ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടി. കുറെ പുതിയ ആളുകളെ നമ്മുടെ ഫാമിലിയിലേക്ക് കിട്ടി. അതിന് ഒരുപാട് സന്തോഷം, നന്ദി എല്ലാവരോടും അറിയിക്കുകയാണ് ആദ്യം തന്നെ കേട്ടോ. ഇത്രയൊക്കെ ആളുകൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പോസിറ്റീവായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയല്ലേ. ഇനി ഇന്നത്തെ വീഡിയോയിലെ ഒരു റിക്വസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ. അതായത് മാം, ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് സാമ്പത്തിക ബാധ്യതകൾ, കടമെന്നാണ് ശരിക്കും ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് ഇത് മാറ്റാനായിട്ട് സാധിക്കുക? ഒരുപാട് കടമുണ്ട്, അത് എങ്ങനെയാണ് മാറ്റുക? ഞാൻ ക്യാൻസൽ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ ഈ ഒരു വാക്ക് എല്ലാവർക്കും ഒരു ഭയം അല്ലെങ്കിൽ ടെൻഷൻ ഇതൊക്കെ കൊടുക്കുന്ന ഒരു വാക്കാണല്ലോ. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാക്കാണ്, നമ്മളത് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ആഴത്തിലെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് സുജ ടീച്ചർ ഒക്കെ ഈ ഒരു വാക്കിന്, കടമെന്നുള്ളതിന് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഉപയോഗിക്കാറുണ്ട്. ഞാനത് എന്റെ വീഡിയോയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് വരാം. അപ്പോ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ബാധ്യതകളെ, കടബാധ്യതകളെ ഒക്കെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ 100% തീർച്ചയായിട്ടും സാധിക്കും എന്ന് മാത്രമല്ല, സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉന്നമനം, ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എങ്ങനെയാണ് ഈ സാമ്പത്തിക ബാധ്യതകൾ വരുന്നത്, ആരാണ് ഇതിന് ഉത്തരവാദി, എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം, അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോ സാമ്പത്തികപരമായിട്ടുള്ള ഈ ഒരു കാര്യം സംഭവിക്കുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാരണക്കാരെന്ന് പറയുന്നത് സമൂഹം തന്നെയാണ്, ഉത്തരവാദികൾ സമൂഹം തന്നെയാണ്. ഇനി ഈ പറയുന്ന സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും അൺകൺട്രോളബിൾ ആയിട്ടും നമുക്ക് തിരിക്കാം. അതായത് നമ്മൾ തന്നെ മനസ്സ് വെച്ചാൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ചിലത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ട്. അതിൽ ഏറ്റവും സങ്കടകരമെന്ന് പറയുന്നത് 70%-ലധികം കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് അറിഞ്ഞിട്ട് നമ്മൾ വരുത്തി വെക്കുന്നതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ, നമുക്ക് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയില്ലേ, അതായത് ഏറ്റവും ആദ്യം ആഹാരമാണ്, ഭക്ഷണം, ജീവിക്കാനായിട്ട് അത് വേണം. അതുപോലെ തന്നെ വസ്ത്രം, പിന്നെ പാർപ്പിടം. ഈ 3 കാര്യങ്ങളാണല്ലോ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ വരുന്നത്. അതിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ആരോഗ്യം. അപ്പൊ ചോദിക്കും, ജോലി വേണ്ടേ? ജോലി ഉണ്ടെങ്കിലല്ലേ വരുമാനം എന്ന് പറയുന്നത് ഉണ്ടാവുള്ളൂ. വിദ്യാഭ്യാസവും ആരോഗ്യവും ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ബേസിക് ആയിട്ട് 5 കാര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെ പറയാം. ഈ 5 കാര്യങ്ങൾ മതി ഒരു മനുഷ്യന് സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ. ഏതൊക്കെയാ? ആഹാരം, വസ്ത്രം, പാർപ്പിടം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം. അതില് നമ്മൾ എവിടെയാണ് ഈ മിസ്റ്റേക്കുകൾ വരുത്തുന്നത്? നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നതിന്റെ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബാധ്യതകൾ വരുത്തി വെക്കുന്നതിന്റെ ഒരു മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, വ്യക്തമായ പ്ലാനിങ് ഇല്ല, കാഴ്ചപ്പാടില്ല, നമ്മുടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായ ഒരു ലക്ഷ്യബോധമില്ലാത്ത, പ്ലാനിങ് ഇല്ലാത്ത, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് എന്ത് ചെലവഴിക്കണം എന്നുള്ള ധാരണയില്ലാതെ വരുമ്പോഴാണ് നമുക്ക് അധികവും ഈ ഒരു പ്രശ്നം സംഭവിക്കുക. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ കൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. അൺകൺട്രോളബിൾ ആയിട്ടുള്ളത് ഉണ്ട്. പെട്ടെന്ന് നമുക്കൊരു അസുഖം, കാര്യങ്ങള് വന്നിട്ട് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെലവഴിക്കുന്നത് നമ്മൾ വരുത്തി വെക്കുന്നതല്ല, ആക്സിഡന്റലി സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ പറയുന്നത് ആ ഒരു കാര്യത്തെ കുറിച്ചല്ല, നമുക്ക് ഒഴിവാക്കാമായിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതേക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിൽ ആദ്യം തുടങ്ങി എടുത്തു കഴിഞ്ഞാൽ ആഹാരം, ഭക്ഷണം എന്ന് പറയുന്നത് ഒരു 80s 90s ജനിച്ചിട്ടുള്ള ആളുകൾക്ക് പറയുമ്പോൾ പറയും ഓൾഡ് ജനറേഷൻ അത് തന്നെ. അപ്പൊ 80s 90s ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീട്ടിൽ തന്നെ അധികവും കൃഷി ചെയ്യുന്നതായിട്ടുള്ള ഭക്ഷണ രീതികൾ അധികവും വീട്ടിലെ ഭക്ഷണം എന്നുള്ളതായിരിക്കും. വല്ലപ്പോഴും എങ്ങാനും പുറത്തു പോയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ഭക്ഷണം അല്ലെ. ബാക്കിയെല്ലാം വീട്ടിൽ തന്നെ. വീട്ടിലാണെങ്കിലോ അത്ര ആഡംബരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അല്ലെ. ഇനി അധികവും കൃഷി കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ കപ്പ, ചേമ്പ്, കാച്ചില്, ചക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഒട്ടുമിക്കതും ചെറിയ ചെറിയ പച്ചക്കറി ഉൾപ്പെടെ. ഇനി ചോറിനാണെങ്കിലും ഒരുപാട് നോൺ വെജ് ഐറ്റംസ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഒരു ഒഴിച്ചുകറിയോ തോരനോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ചോറും സുഭിക്ഷമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലം. അതിൽ നിന്ന് മാറി ഇന്നത്തെ തലമുറയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക്, അതായത് ന്യൂജൻ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സംസ്കാരമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കാന്ന് ചോദിച്ചാല്, അധികം ആളുകളും ആഴ്ചയില് 1-2 ദിവസം, വീക്കെൻഡ് എന്തായാലും മസ്റ്റ് ആയിട്ടും, അത് കൂടാതെ ഒരു ദിവസം കൂടെ, അതായത് ആഴ്ചയിൽ ഒരു 2 ദിവസം വെച്ച് മാസത്തിൽ ഒരു 6-7 തവണയെങ്കിലും പുറമേ പോയി ഭക്ഷണം കഴിക്കുന്നത് ഒരു ഹാബിറ്റായി മാറിയിരിക്കുന്ന തലമുറയാണ് ഇന്നത്തേത്. ഈ പുറത്തു പോയി എന്ന് പറയുമ്പോൾ ഇപ്പോ KFC ചിക്കൻ, അതുപോലെ തന്നെ അൽഫാം മന്തി, ഇങ്ങനെയുള്ള ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള, അതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് മാത്രം ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഇതേ രീതിയിൽ അത് പതിവാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ തന്നെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഭക്ഷണ രീതി, ഇത് നമ്മൾ ഇങ്ങനെ പുറത്തു പോയി ജങ്ക് ഫുഡ് കാര്യങ്ങൾ കഴിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഫാമിലി പോകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്ന തുകയും. ഓക്കെ, ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചു വരുമ്പോഴത്തേക്കും അറിയാലോ അതിന്റെ ചെലവെന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവര് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അത് പറയുമ്പോൾ പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, ഇങ്ങനെ 3 തട്ടുകളുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും മാത്രമേ ഉള്ളൂ. ലോവർ ക്ലാസ് എന്നുള്ളൊരു സെഗ്മെന്റ് ഇപ്പോൾ ഇല്ല. അതായത് ടാക്സ് കൊടുക്കുന്ന വിഭാഗവും ടാക്സ് കൊടുക്കുന്നില്ലാത്ത വിഭാഗവും, ഇങ്ങനെ 2 ക്ലാസ് മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ളൂ. അതിൽ ടാക്സ് കൊടുക്കുന്ന വിഭാഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല. കാരണം അവര് ഹൈ ഇൻകം പീപ്പിൾ ആണ്. ആ ഹൈ ഇൻകം എന്ന് പറയുന്നത്, ഇൻകം ഉള്ളവര് എക്കോണമിയിലേക്ക് വീണ്ടും അത് ചെലവഴിച്ചാൽ മാത്രമല്ലേ ബാക്കിയുള്ളവരിലേക്ക് അത് എത്തിച്ചേരുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അവരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഞാൻ പറയുന്നത് ഈ മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ടാക്സ് കൊടുക്കണ്ടാതെ വരുന്ന എല്ലാ വിഭാഗവും ഒരേ കാറ്റഗറിയിൽ തന്നെ വരുന്ന ആളുകളാണ്. അപ്പൊ ഒന്ന് ഭക്ഷണത്തിന്റെ ഈ രീതി. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വസ്ത്രം. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ തന്നെ നമുക്ക് വർഷത്തിൽ 1-2 കൂടി പോയാൽ ഒരു പുതിയ ഡ്രസ്സ് കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ. അതായത് പിറന്നാള് വരുമ്പോഴോ, അതായത് ബർത്ത്ഡേ വരുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പെരുന്നാള്, പിന്നെന്താണ് ഓണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ കാത്തിരിക്കണം. ഇന്നിപ്പോ അങ്ങനെ ഓണം, വിഷു ഒന്നും നോക്കിയിട്ടല്ലല്ലോ ആളുകൾ ഡ്രസ്സ് എടുക്കുന്നത്. ആവശ്യങ്ങൾ വരുന്നതനുസരിച്ചും ആവശ്യമില്ലാതെയും വെറുതെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഷോപ്പിംഗ്, ആരുടെയെങ്കിലും കൂടെ നമ്മൾ വെറുതെ പോകുമ്പോഴാണെങ്കിലും കടയിൽ കാണുമ്പോൾ നമ്മൾ വാരി കൂട്ടുകയാണ് അല്ലെ. ഇങ്ങനെ വാരി കൂട്ടിയിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലെ അലമാരയിൽ വെക്കാൻ പോലും ചിലപ്പോൾ എന്തുണ്ടാവില്ല, സ്ഥലം ഉണ്ടാവില്ല. 1-2 തവണ ഉപയോഗിച്ച ഡ്രസ്സുകൾ നമ്മൾ വെറുതെ എടുത്ത് മാറ്റി വെക്കുന്നു, ആർക്കെങ്കിലും വരുമ്പോൾ കൊടുക്കാം എന്ന് കരുതിക്കൊണ്ട്. വീണ്ടും വാങ്ങിച്ചു കൂട്ടുന്നു, അലമാര നിറയ്ക്കുന്നു. ഇത് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ, അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കിയിട്ടല്ല, നമ്മൾ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, വാങ്ങുന്നു. ഓക്കെ, അതും അത്യാവശ്യം വില കൂടിയ വസ്ത്രങ്ങളാണ് എങ്കിൽ ഇങ്ങനെയാണ് കയ്യിൽ നിന്ന് പൈസ പോകുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർപ്പിടം. ഒരു മനുഷ്യായുസ്സിൽ എല്ലാവരും പറയും, ഒരു തവണ വീട് വെച്ചാൽ ആ ലൈഫ് മുഴുവൻ വീട്ടാനുള്ളതേ ഉള്ളൂ അതിന്റെ കടം എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? അതായത് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യ ജീവിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ ഇപ്പൊ എല്ലാം. അച്ഛൻ, അമ്മ, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികളൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ മിക്കവാറും ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. ഒരു 2 ബെഡ്റൂം അല്ലെങ്കിൽ 3 ബെഡ്റൂം ഹാള്, കിച്ചൺ ധാരാളമാണ്. എന്ന് പറഞ്ഞാൽ ഒരു 800-850 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ഫാമിലിക്ക് കഴിയാവുന്ന സ്ഥാനത്ത് 2000-3000 സ്ക്വയർ ഫീറ്റിന്റെ വീടുകളാണ് ആളുകൾ നോക്കുന്നത്. അതായത് 8 ലക്ഷം രൂപയ്ക്കും 10 ലക്ഷം രൂപയ്ക്കും ഉൾപ്പെടെ ലോ ബഡ്ജറ്റ് ഹോം നിർമ്മിക്കാവുന്ന ഈ കാലത്ത് 10 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാൻ ആസ്തിയുള്ള ഒരു വ്യക്തി അത് 80 ലക്ഷം രൂപയ്ക്ക് വീട് പണിയുമ്പോഴാണ് അവിടെ എന്ത് വരിക? സാമ്പത്തിക ബാധ്യത വരിക. ഇതിന് ആ വ്യക്തിയെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതാണ് കാണുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് നോക്കുന്ന വീട്ടിലേക്ക് നോക്കുമ്പോൾ
അവിടെ ഇതുപോലത്തെ മണിമാളികയാണ്. അവരെയൊക്കെ നമ്മൾ ഹൗസ് വാമിങ്ങിന് വിളിക്കേണ്ടതാണ്. കളിയാക്കും, നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടും ഇത്ര ചെറിയ ഒരു വീട് വെച്ച് കഴിയുമ്പോൾ. പണമില്ലാത്തവൻ എന്ന ഒരു സ്ഥാനപ്പേര് നമുക്ക് കേൾക്കേണ്ടി വരും സമൂഹത്തില്. കാരണം നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ വെച്ച് നോക്കുമ്പോഴും അയൽപക്കക്കാരുടെ ഇടയിൽ വെച്ച് നോക്കുമ്പോഴും സുഹൃത്തുക്കളുടെ ഇടയിൽ വെച്ച് നോക്കുമ്പോഴും നമ്മൾ ചെറുതായി പോകുന്നു എന്ന ചിന്താഗതിയാണ് അവിടെ വരുന്നത്. ഇതാണ് ഞാൻ സമൂഹത്തെ കുറ്റം പറയാനുള്ള കാരണം. കാരണം ശരിയോ തെറ്റോ നോക്കിയിട്ടല്ല, 90% ആളുകൾ ചെയ്യുന്നത് എന്തോ അത് തെറ്റാണെങ്കിൽ കൂടി അത് ശരി ആയി മാറുകയും ബാക്കി 10% ചെയ്യുന്ന ശരി അത് തെറ്റായി മാറുകയും ചെയ്യുന്നത് ഈ കാരണത്തെ കൊണ്ട് തന്നെയാണ്. ഇങ്ങനെയാണ് സാമ്പത്തിക ബാധ്യത വരുന്നതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മക്കളുടെ വിവാഹം വരുമ്പോഴും ഇങ്ങനെ തന്നെ. ഏറ്റവും ലളിതമായിട്ട് നടത്താം എന്ന് വിചാരിച്ചാൽ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ പോലും പരിഭവിക്കുന്ന, പിണങ്ങുന്ന ബന്ധുക്കള്. അതുപോലെ തന്നെ ആഡംബരം കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം മറ്റുള്ളവർക്ക് എന്താണ് നമ്മുടെ ബന്ധുക്കൾക്ക് അത്രയായിരുന്നു, എന്റെ കുട്ടിക്ക് മാത്രം ഞാൻ ഇത്രേ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെയും ചെറുതായി പോകുന്നു എന്ന ചിന്താഗതിയാണ്. ഇതൊക്കെയാണ് വിവാഹം, ഒരു വീട്, ഇതൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ശരാശരി മലയാളി കടത്തിന്റെ കെണിയിലേക്ക് വന്ന് മുട്ടുകുത്തുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാർപ്പിടവും കഴിഞ്ഞു. പിന്നെ വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണ് അവനോൻ കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ അവനവന്റെ കയ്യിലില്ലെങ്കിലും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വിടുക എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തേക്കൊക്കെ പോകുന്ന കുട്ടികളുടെ എണ്ണം പറയുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വഴിതെറ്റി പോകാൻ 100,000 സാധ്യതകൾ ചുറ്റും നിൽക്കുമ്പോൾ അതിൽ വഴിതെറ്റി പോകാതെ സ്വന്തം കുട്ടിയെ ആ വിദ്യാഭ്യാസം നേടിയെടുത്ത് പ്രാപ്തരാക്കുക എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് ആസ് എ ടീച്ചർ എനിക്കറിയാം. ഞാൻ കണ്ടു വളരുന്ന സമൂഹമാണ്, ഞാൻ കണ്ടു വളരുന്ന ലോകമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ അതിന്റെ ഭയപ്പാടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മുടെ കുട്ടിയെ നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത് പുറത്തേക്കാണെങ്കിൽ പുറത്തേക്ക്, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു സോണിൽ എത്തിക്കാൻ ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുക. അത് കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മാത്രമാണ്. അതിലെനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആരോഗ്യം എന്ന് പറയുന്നത്. അതായത് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി, നമ്മുടേതായ ദിനചര്യകള് കുറെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നത്, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യം വേണം ഇന്നത്തെ തലമുറയിലെ, ഇന്നത്തെ കാലഘട്ടത്തില് നമുക്ക് ജീവിക്കാനായിട്ട്. പക്ഷെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് ചികിത്സാ ചെലവുകൾ എന്നുള്ള പേരില് ഇപ്പൊ ഒരു 40 വയസ്സൊന്നും ആകണ്ട, അതിനു മുമ്പേ രോഗങ്ങൾ ബാധിച്ചു തുടങ്ങുന്ന ഒരു തലമുറയാണ് ഇപ്പോ ഉള്ളത്. നമ്മൾ തന്നെ ജീവിച്ചു വന്നൊരു സാഹചര്യം തന്നെയാണ് ഒരു പരിധി വരെ അതിന് കാരണക്കാരും. അപ്പൊ ഈ രീതിയിലാണ് സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിൽ ആരാണ് തെറ്റുകാര്. ഇപ്പൊ മാം ഒരു വീട് വെക്കുവാണെങ്കിലും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, 1 രൂപ പോലും കടം വരുത്തി, 1 രൂപ പോലും ലോൺ എടുത്തിട്ട് ഞാൻ ഒരു വീട് വെക്കില്ല എന്ന് 100% ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നമുക്ക് വഴിയെ കാണുകയും ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെക്കണമെങ്കിൽ ഇപ്പോൾ എനിക്ക് വെക്കാമായിരുന്നു. ഇപ്പോ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റ മോൾ ആയതുകൊണ്ട് തന്നെ ഒരു വീട് എന്ന് പറയുന്നത് നിലവിലുണ്ട്. കുറച്ച് പഴക്കം ചെന്ന ഒരു വീടാണെങ്കിൽ പോലും അതുണ്ട്. പക്ഷെ 2 കുട്ടികള് നമുക്ക് ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 2 ബെഡ്റൂം അല്ലെങ്കിൽ 3 ബെഡ്റൂം ഹാള്, കിച്ചൺ, ചെറിയൊരു വീട്, എന്നാൽ ലോ ബഡ്ജറ്റ് ഹോം, അതാണ് എന്റെ ഒരു പ്ലാനിലുള്ളത്. യൂണിവേഴ്സ് തീർച്ചയായിട്ടും അത് നടത്തി തരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷയും. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഇങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ 5 രീതിയിലാണ് സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ നമ്മൾ വരുത്തി വെക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദികള്? സമൂഹം തന്നെയാണ്. സമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന, നിങ്ങൾ ഉൾപ്പെടുന്ന ഇത്രയും ആളുകൾ ചേരുന്ന സൊസൈറ്റി. നമ്മൾ പറയാറില്ലേ, ഞാൻ ഒരാൾ മാറി ചിന്തിച്ചതുകൊണ്ടൊന്നും ഈ ലോകം നന്നാവാൻ പോകുന്നില്ല, എല്ലാവരും ഇങ്ങനെയാണ്, പിന്നെ ഞാനൊരാൾ മാത്രം ഇപ്പൊ നന്നായിട്ട് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എന്ത് കാര്യത്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രം നന്നായിട്ട് ഈ ലോകം നന്നാവാൻ പോണില്ല. ശരിയാണ്, ഞാൻ ഒരാള് നന്നായാൽ ലോകം നന്നാവില്ല. പക്ഷെ ഇതുപോലുള്ള ഒരുപാട് ഞാൻ ചേരുമ്പോ ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ നടക്കാൻ സാധിക്കും.
അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളൊരു വീട് വെക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇപ്പോ എന്റെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന ഒരു തുക എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം ഉള്ളൂ എന്ന് വിചാരിക്കുക. എന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ എനിക്ക് എന്റേതായ സ്വന്തമുള്ള കാര്യങ്ങൾക്ക് എടുത്ത് പെരുമാറാൻ പറ്റുന്ന രീതിയിൽ അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാന്ന് പറഞ്ഞാൽ ചെറിയൊരു വീട് എനിക്ക് പണിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ എന്റെ ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ ഹൗസ് വാമിങ്ങിനെ വിളിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ അവര് കളിയാക്കും. അവർക്കിത് കാണുമ്പോഴെങ്കിലും അയ്യേ ഇത്ര ആണോ, ഈ ഒരു വീടാണോ എന്നൊക്കെ അവർക്ക് ചിന്തിക്കും എന്നുള്ള ചിന്താഗതിയുണ്ട്. ഞാൻ ഒറ്റപ്പെടും അവിടെ എന്നുള്ളത്. കാരണം ഞാൻ നോക്കുമ്പോൾ എന്റെ ഓപ്പോസിറ്റും ഞാൻ കാണുന്നതും എല്ലാം ഒന്നാന്തരം നല്ല വീടുകളാണ്. 50, 60, 80 ലക്ഷത്തിന്റെ വീടുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് എനിക്ക് ആ ചിന്താഗതി എന്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, ഇത് കരുതിക്കൊണ്ട് ഞാൻ ബാക്കി ഇപ്പോ ലോൺ എന്ന് പറയുന്ന വഴി കൂടെ പോകുന്ന ആളുകൾക്ക് പോലും സെക്യൂരിറ്റി ഇല്ലാതെ ബാങ്കുകളെ വിളിച്ച് ലോൺ നൽകുന്ന ഒരു കാലം കൂടിയാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെയാണ് ഒരാളെ ശരിക്കും പറഞ്ഞാൽ കടക്കണിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ആവശ്യം ഇല്ലാത്തതിനെ പോലും സ്പെൻഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഇന്നത്തെ യുവതലമുറയ്ക്ക് സേവിങ്സ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. സ്പെൻഡിങ് ഹാബിറ്റ് ആണ് അവർക്ക് കൂടുതൽ. എങ്ങനെ ആ പണത്തെ വിനിയോഗപ്പെടുത്തണം എന്നുള്ള ശരിയായ അറിവില്ലാതെ, പ്ലാനിങ് ഇല്ലാതെ അവര് ജീവിക്കുന്നതാണ് ഇത്രയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളതിന്റെ കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മളിപ്പോ നല്ലൊരു മണിമാളിക പണിതു, ഒരു 60 ലക്ഷം രൂപയുടെ പണിതു. ഇത് കഴിഞ്ഞ് അവര് നമ്മളെ കയറി താമസത്തിന് വിളിച്ചു വന്നു, അവര് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു പോകും. അവരുടെ മനസ്സിൽ എത്ര നാളുണ്ടാവും നമ്മുടെ വീട്? അവരുടെ മനസ്സിൽ കൂടിപ്പോയ കുറച്ച് ദിവസം, 1 or 2 ദിവസം നല്ല അഭിപ്രായം പറയും, അവരത് മറക്കും. കാരണം ഒരു മാസം കഴിയേണ്ട അതിനു മുമ്പ് നമ്മുടെ തൊട്ടടുത്ത് ഇതിനേക്കാൾ നല്ലൊരു മണിമാളിക വരും. അപ്പൊ അതും ഇതുപോലെ തന്നെ വീണ്ടും ഒരു മാസം കഴിയട്ടെ. അപ്പൊ നമ്മൾ പഴഞ്ചനായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടെക്നോളജി അത്രയധികം വളരുമ്പോ നമ്മൾ പഴയതായിക്കൊണ്ടിരിക്കും. അപ്പൊ ടെക്നോളജിയെ തോപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ടോ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ, എത്ര നല്ല സൗധങ്ങൾ ഇവിടെ പണിതിട്ടും കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അപ്പൊ വന്നവര് വന്നു, ക്ഷണിക്കപ്പെട്ടവര് വന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് അവര് പോയി. ഇനി ആ വീട്ടിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഈ പറയുന്ന 10, 50 ലക്ഷം ലോണ് ഇനി എങ്ങനെയാണ് അടച്ചു തീർക്കുക എന്നുള്ള ആദിയാണ് അവർക്ക്. അതിന്റെ ടെൻഷനിൽ ഒരു രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങാത്ത ആ ഗൃഹനാഥനും ഗൃഹനാഥയും മാത്രം ആ വീട്ടിൽ ഒറ്റയ്ക്കാവും. ഇതല്ലേ സംഭവിക്കുന്ന കാര്യം. അപ്പോ ഇതാരെ പേടിച്ചിട്ടാണ് ഇവർ ഇത്രയും ചെയ്തത്? സമൂഹത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ. ഇതുപോലെയാണ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. ഓക്കെ, അപ്പോ ഈ പറയുന്ന ലോൺ ആവശ്യമില്ലാതെ എടുക്കുന്നത്, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് എന്നല്ല, ആവശ്യമില്ലാതെ എടുക്കുന്നത്, നമുക്ക് തിരികെ അടയ്ക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്തു. ഓക്കെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തിയിരിക്കുക. ഇനി ഉള്ള എന്റെ ടോപ്പിക് എന്ന് പറയുന്നത്, നിലവിൽ ഇതുള്ളവർക്ക് ഇനി അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ലോ, വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ മാറ്റം കൊണ്ടുവരിക. നമ്മൾ ഓരോരുത്തരും മാറ്റം കൊണ്ടുവരുമ്പോ താനെ സമൂഹം മാറും, സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇപ്പൊ എന്നെ പോലെ ചിന്തിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുപോലുള്ള ആളുകൾ കുറെ ചിന്തിച്ച് അവര് മാറാൻ തുടങ്ങുമ്പോഴത്തേക്കും തനിയെ സമൂഹം മാറും. ഓൾഡ് ഈസ് ഗോൾഡ്. പഴയതാണ്. ഇപ്പൊ ഓടിട്ട വീടുകളൊക്കെ ഫാഷനായിക്കൊണ്ടിരിക്കുകയല്ലേ. വാർക്കയൊക്കെ മാറി, ടൈല് മാറിയിട്ട് റെഡ് ഓക്സൈഡ് ഇപ്പൊ ഫാഷനായിക്കൊണ്ടിരിക്കുകയല്ലേ. പഴമയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഇതുപോലെ മാറും ലോകവും. ഓക്കെ, ഇനി നിലവിലുള്ള ആളുകൾ ഇതേക്കുറിച്ച് ഇനി ടെൻഷൻ അടിക്കണ്ട. അവര് ആ കാര്യങ്ങളൊക്കെ മറന്നേക്കൂ. ഒരു മിസ്റ്റേക്ക് വരുമ്പോഴല്ല, നമ്മൾ ഇങ്ങനെ തെറ്റ് എന്ന് പറയുന്ന ഇൻറ്റു മാർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ആ ഇൻറ്റു എന്ന് പറയുന്നിടത്ത് അവസാനിക്കുന്നില്ലെന്നേ. ആ ഇൻറ്റു നേരെ മുകളിലേക്ക് വരച്ചാൽ അതൊരു ശരിയായില്ലേ. അപ്പൊ തെറ്റെന്ന് പറയുന്നതിൽ നിന്നും ഏതിലേക്ക് പോകാൻ പറ്റും? ശരിയിലേക്ക് പോകാൻ പറ്റും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിന് ചെയ്യേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരമുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ കടം എന്നുള്ളതിനെ പറ്റി ഇനി ചിന്തിക്കാതിരിക്കുക. എന്നിട്ട് ഇപ്പൊ എന്താണോ നിങ്ങൾ ആ ലോൺ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു, അത് ഉപയോഗിച്ച് നിങ്ങൾ നേടിയെടുത്ത കാര്യത്തിന് നിങ്ങൾ ആദ്യം നന്ദി പറയുക. വീടാണെങ്കിൽ വീട്, മക്കളുടെ വിവാഹമാണെങ്കിൽ വിവാഹം, കുട്ടികൾക്ക് കൊടുക്കാനുള്ള വിദ്യാഭ്യാസത്തിനായിരുന്നെങ്കിൽ അങ്ങനെ. ഇനി ഒരു ചികിത്സാ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആ അസുഖം മാറിയല്ലോ, അതിന് വേണ്ടിയിട്ട് ആ പണം വിനിയോഗിക്കാൻ സാധിച്ചല്ലോ, അപ്പൊ അതിന് നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം ഉണ്ടായിരിക്കണം.
ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. പണം എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. പണത്തെക്കുറിച്ചുള്ള പലരുടെയും തെറ്റിദ്ധാരണ, ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല, എനിക്കൊക്കെ എങ്ങനെ പണം ഉണ്ടാവാനാ, എന്നിലേക്കൊക്കെ എങ്ങനെ പണം വരാനാ, അതൊക്കെ ഭയങ്കര സമ്പത്തുള്ളവർക്ക്, റിച്ച് ആയിട്ടുള്ളവർക്ക്. ആ ധാരണ തെറ്റാണ്. അത് മാറ്റുക. സമ്പത്ത്, പണം എന്ന് പറയുന്നതിനെ കയ്യിൽ പിടിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല. ഒരു ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയേക്കണ പോലെ അതിനെ നിർത്താൻ പറ്റില്ല. അത് ഒഴുകേണ്ടതാണ്, ഫ്ലോ ചെയ്യേണ്ടതാണ്. എക്കോണമിയിൽ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് എന്റെ കയ്യിലാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് അത് അടുത്ത ആളിലേക്ക് എത്തണം, അവരിൽ നിന്ന് മറ്റേ ആളിലേക്ക് എത്തണം. ഇതിങ്ങനെ കറങ്ങി 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 വന്നുകൊണ്ടിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിലും വേണം. ഈ പണം എന്ന് പറയുന്നത് നാളെ നിങ്ങളിലേക്ക് എത്താനുള്ളതാണ്, ഞാനത് അർഹിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത്, ഇതിനുള്ള സോഴ്സ് നമ്മൾ സ്വയം കണ്ടെത്തണം. ചിന്തകൾ പ്രവൃത്തികളായി മാറണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിനുള്ള സോഴ്സ് എന്താണെന്ന് നോക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാസം 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ നിങ്ങൾക്ക് ലോണിന് അടയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 15 തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 18 രൂപയെ നിങ്ങൾക്ക് മാസ വരുമാനം ഉള്ളൂ. അപ്പൊ വീട്ടിലെ ചെലവ് കാര്യങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല, കിട്ടുന്നത് മുഴുവൻ ലോണിന് അടയ്ക്കാനേ ഉള്ളൂ എന്നാണെങ്കിൽ, അടയ്ക്കേണ്ട തുക നിങ്ങൾക്ക് ഇപ്പൊ 18 ആണെങ്കിൽ 18 പ്ലസ് ഇനി നിങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര വേണം, ആ അഡീഷണൽ ഇൻകം നിങ്ങൾ ഏൺ ചെയ്യാൻ നോക്കുക. അല്ലാതെ കിട്ടുന്ന മുഴുവനോ എനിക്ക് എന്താ ദൈവം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെലവാകാനേ ഉള്ളൂ, കിട്ടിയ കയ്യിലിരിക്കില്ല, അത് പോകാനേ ഉള്ളൂ, ഇങ്ങനെ ഒരിക്കലും പണത്തെ പ്രാകാതിരിക്കുക. അതേക്കുറിച്ചുള്ള ചിന്താഗതി നിങ്ങൾ മാറ്റുക. ഞാൻ പറഞ്ഞില്ല, ഇത് ഒരാളുടെ കയ്യിൽ ഇരിക്കാനുള്ള കാര്യമല്ല, ഇത് സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അഡീഷണൽ സോഴ്സിനെ കുറിച്ച് ഉറപ്പായിട്ടും ചിന്തിക്കുക. നിങ്ങൾ ഇപ്പൊ ഉള്ള ജോലിക്ക് പുറമെ നിങ്ങൾ ടൈം കണ്ടെത്തണം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി വേണം. നമുക്ക് ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകളെ തരണം ചെയ്യണമെങ്കിൽ ഉയർന്നതായിട്ടുള്ള ഒരു മെന്റാലിറ്റി നമ്മളിലേക്ക് കൊണ്ടുവരണം. 24 മണിക്കൂറിൽ ഇപ്പൊ 10 മണിക്കൂർ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 18 രൂപ കിട്ടുന്നതെങ്കിൽ, ഇനി നിങ്ങൾക്ക് അഡീഷണൽ ഒരു 10,000 രൂപ കിട്ടണമെങ്കിൽ നിങ്ങൾ അത് ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, എല്ലാവർക്കും ഉണ്ട്, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾക്കുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമാണ് വൈറ്റ് കോളർ ജോബ് മാത്രം നോക്കി പോകുന്നത്. അതായത് ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയും നോക്കാനായിട്ട് നമുക്ക് പറ്റില്ല, അതിന് നമ്മൾ ഹോം നേഴ്സിനെ വെക്കുന്നു. നമ്മൾ ഹോം നേഴ്സ് ആയിട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ നാണക്കേടാണ്, ഈ അവള് ഹോം നേഴ്സാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികള് UK-യിലും US-ലും ഒക്കെ പോയിട്ട് അവര് ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. പാർട്ട് ടൈം ജോബിന് നിന്നിട്ട് ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കുന്നു, പ്രായമുള്ള ആളുകളെ നോക്കുന്നു. ഇവിടെ 25,000 രൂപ കിട്ടുന്നത് അവിടെ 1.5 ലക്ഷം രൂപ കിട്ടുന്നു. തിരിച്ചു വരുമ്പോ എന്താ, എന്റെ മകൻ അല്ലെങ്കിൽ മകൾ അമേരിക്കയിൽ നിന്നാ വരുന്നേ, അവർക്ക് ഇത്രയും പാർട്ട് ടൈം നിന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നുണ്ട്, എന്താണ് ഈ പാർട്ട് ടൈം ജോലി? അപ്പൊ നമ്മൾ നാട്ടിൽ ചെയ്യുന്നതെല്ലാം മോശവും, ഇതേ പ്രവൃത്തി വേറൊരു നാട്ടിൽ ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് അന്തസ്സും എന്നുള്ള ധാരണ ആദ്യം മാറ്റുക. പണമാണ്, അത് ഈ നാട്ടിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അതിന് ഒരേപോലെ വിലയുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പണം എന്നുള്ളതിനെ മാനിക്കുക, അംഗീകരിക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത് വരും. ഇനി നമ്മൾ അതിന് ഓരോ തവണയും നമ്മൾ ഓരോ മാസവും നമ്മൾ അതിന്റെ തിരിച്ചടവ് കൊടുക്കുമ്പോൾ നമ്മൾ നന്ദി പറയുക. ഈ മാസം ദൈവമേ എനിക്ക് തിരിച്ചടയ്ക്കാൻ സാധിച്ചു, ഓരോ തവണകളായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ നേടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള മനോഭാവം, നന്ദി, ഇതെപ്പോഴും ഉണ്ടായിരിക്കുക. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഹോപ്നോ ഫോർ മണി, അതായത് ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതായത് ഡിയർ മണി, ഐ ആം സോറി, ഇതുവരെ ഉണ്ടായിരുന്ന പണത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടുകൾക്കൊക്കെ എനിക്കൊരു ഭയം, ടെൻഷൻ ഉണ്ടായിരുന്നു, അതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് അതിന് ക്ഷമിക്കൂ. കാരണം ഞാൻ ഇപ്പൊ തിരിച്ചറിയുന്നു ഇത് ഒരാളിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല, ഇത് എല്ലാവരിലേക്കും ഒഴുകിയെത്തുന്നതാണ്, എല്ലാവരും ഇതിന് അർഹിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ എനിക്ക് വന്നു. താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഐ ലവ് യു പറയുമ്പോൾ നമ്മൾ ആ പണത്തെ അത്രയധികം സ്നേഹിക്കുന്നു. അത് എന്നിലേക്ക് വന്നതിനും അതുപയോഗിച്ച് ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കും എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതിലുമുള്ള നന്ദി. അതുപോലെ തന്നെ ഇനിയും അത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, ഇനിയും ഞാൻ അത് തീർച്ചയായിട്ടും അത് നിറവേറ്റും. അപ്പൊ ഒരു കാര്യം ഓർക്കുക, ഒരു സാമ്പത്തിക ബാധ്യതയെ ഓവർകം ചെയ്യാൻ വീണ്ടും അടുത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ കടം വാങ്ങിച്ചത് മറക്കുക എന്നുള്ളത് ചെയ്താൽ ജീവിതകാലം മുഴുവൻ, അതാണ് നമ്മൾ ആ കടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും കടം എന്നുള്ളതിലേക്ക് വന്നുകൊണ്ടിരിക്കും.
അപ്പൊ നിലവിൽ കടമുള്ള ആളുകൾ ഇനി അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അത് മാറ്റിവെക്കുക. ഇനി നമ്മൾ അടുത്തത് പണത്തിന്റെ സോഴ്സിനെ കുറിച്ച് ചിന്തിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഇനി നമുക്ക് പണം നമ്മളിലേക്ക് എത്തിച്ചേരുന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി ഉള്ളവരായി തീരും, എനർജറ്റിക് ആയി മാറും. പുതിയ പുതിയ സോഴ്സുകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് എത്തിച്ചു തരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോ ഓരോ മിസ്റ്റേക്കുകളിൽ നിന്നും നമുക്ക് ശരികളിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക്